ഹലോ, ഗുഡ് ഈവനിങ് ചക്കരകളെ. എല്ലാവരോടും കൂടി എല്ലാവരും എന്നോട് ചോദിച്ചില്ലേ, ഇപ്പോൾ എൻ്റെ കമൻറ്റ് നോക്കേ. ഞാനിപ്പോൾ നേരത്തെ ഒരു ഷോർട്സ് ഇട്ടില്ലേ, അത് ഞാനിവിടെ ഇരുന്ന് നാമം ചെല്ലുമ്പം എൻ്റെ മോള് അനുമോള് അവൾക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ നാമം ചൊല്ലി കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ അവൾ കേൾക്കും. ഞാൻ ചെല്ലുന്ന സമയത്ത് അവൾ എൻ്റെ അടുത്ത് വിളിച്ചിരുത്തി കേൾപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് വിനോദിനെ അയച്ചു കൊടുക്കാനാന്ന് തോന്നുന്നത്, അവൾ വീഡിയോ പിടിച്ചതാണ്. മെമ്മറിയായിട്ട് കൂടെ വെക്കാം. ഒരു മെമ്മറിയായിട്ട് കൂടെ വെക്കാനായിട്ട് അവൾ ശരിയാണല്ലോ, വർഷങ്ങൾക്ക് ശേഷം നമ്മളിതൊന്ന് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷം തോന്നുമല്ലോ. അതിന് വേണ്ടി എടുത്തൊരു വീഡിയോ ആണ് അങ്ങനെ പോസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഒരു കുട്ടികളോട് നിരന്തരം ചോദിക്കുന്നു ഇതിനെപ്പറ്റി ഒന്ന് വീഡിയോ ചെയ്യും വിഗ്രഹങ്ങളെ കുറിച്ചെന്ന് പറഞ്ഞു. ഇത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പം ചിലർക്കിത് ദേഷ്യമായിരിക്കും, വിഗ്രഹങ്ങളൊക്കെ വേറെ പണിയില്ലേ എന്ന് പറഞ്ഞൊരു ദേഷ്യം ഉണ്ടായിരിക്കും, ഇഷ്ടക്കുറവുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഇതിൽ ഞാൻ ആനന്ദിക്കുന്നു. അപ്പോൾ എൻ്റെക്ക് ഇങ്ങനെ ഒരു ഭക്തി തോന്നി തുടങ്ങിയത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാലോ. നന്ദനം സിനിമ കണ്ടതിന് ശേഷം 2003 നന്ദനം സിനിമ കാണുന്ന ആ കാലഘട്ടത്തിലാണ് കൃഷ്ണൻ എൻ്റെ മനസ്സിൽ പതിഞ്ഞത്. അപ്പം ഞാനിങ്ങനെ ഒരു കൃഷ്ണ വിഗ്രഹം തേടി എല്ലായിടവും നടന്നിട്ട് എനിക്ക് കിട്ടുന്നായിരുന്നു. അങ്ങനെ ഒരു കടയിൽ നിന്ന്, ഞാൻ എവിടെയാണെന്നൊന്നും പറയുന്നില്ല, ഒരു കടയിൽ നിന്ന് അവിടെ കയറിയപ്പം ഞാനിങ്ങനെ റോഡ് സൈഡിലിരിക്കുന്ന കൃഷ്ണന്മാരെയൊക്കെ നോക്കിയിട്ടുണ്ട്. എനിക്കതൊന്നും എൻ്റെ മനസ്സിൽ പതിഞ്ഞില്ല. ഞാൻ എനിക്കായിട്ടൊരു കൃഷ്ണ വിഗ്രഹം തപ്പി പല സ്ഥലത്ത് കയറിയിട്ടാണ് എനിക്ക് ഈ വിഗ്രഹം കിട്ടിയത്. അപ്പോൾ അതിൻ്റെ വില ഞാൻ പറയുന്നില്ല, വില മതിച്ചില്ല. ഞാനതിന് വിലയല്ല നോക്കുന്നത്, ഭഗവാന് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഭഗവാനാണ് എൻ്റെ കൂടെ പോരുന്നത് എന്നോർത്തിട്ട് ഞാൻ എൻ്റെ വില നോക്കിയിട്ടില്ല. കാരണം അതിന് ഒരു സാമാന്യം നല്ലൊരു വിലയുള്ള വിഗ്രഹമാണ്. അപ്പം എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞ്, എൻ്റെ മക്കൾ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അല്ലോ ഇത്രയോ വിലയുള്ളത് മേടിക്കണം. ഞാൻ പറഞ്ഞു വില എനിക്ക് വിഷയമില്ല, ഭഗവാനാണ് ഞാൻ മേടിക്കുന്നത്. അന്ന് എൻ്റെ അമ്മ എന്തിനോ തന്ന പൈസ എടുത്ത് മറിച്ചാണ് ഞാൻ സത്യം പറഞ്ഞ ഈ വിഗ്രഹം മേടിച്ച് കുറേ വഴക്കം കേട്ടായിരുന്നു. അന്ന് ഞാൻ മേടിച്ചതാണ് ഈ ഈട്ടിത്തടിയിലുള്ള ഈ വിഗ്രഹം. 2003 2004 കണ്ട മേടിച്ചതാണ്. ഡേറ്റൊന്നും മാസമൊന്നും ഞാൻ ഓർക്കുന്നില്ല. അന്ന് ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് വെച്ച് അന്ന് മുതൽ ആരാധിക്കുന്ന ആ വിഗ്രഹത്തിന് ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ടിരിക്കുന്നത്. അതിന് ഒരു മയിൽപ്പീലി പോലെ തടിയിൽ കൊത്തി വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു കേടുപാടുണ്ടാക്കിയിട്ട് ഞാനത് 2 ജ്യോത്സ്യന്മാർക്ക് ഒരേ സമയം പ്രശ്നം വെപ്പിച്ചൊക്കെ നോക്കി അത് വെക്കണ്ടേ എന്ന്. കാരണം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആ പീലി ഇങ്ങനെ ഒടിഞ്ഞു പോയപ്പോൾ. പീലിയാണ്, ഒരു കുഴപ്പമില്ല, വിഗ്രഹത്തിന് ഒരു കേടുപാടുമില്ല, കളയലുണ്ടെന്ന് 2 ജ്യോത്സ്യന്മാരും ഒരേപോലെ പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ അത് കുഴപ്പമില്ല എന്ന് എൻ്റെ മനസ്സിൽ വിശ്വസിപ്പിച്ചത്. ഇതൊക്കെ ഒരു വിശ്വാസം. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറയാലോ, ഈ ഭൂമുഖത്ത് ഞാൻ വിശ്വസിക്കുന്നത് ദൈവമെന്ന് പറയുന്ന ഈ പ്രപഞ്ചശക്തിയെ തന്നെയാണ്. അത് ഞാൻ ഈ വിഗ്രഹത്തിലങ്ങ് കാണുകയാണ്. ഞാനങ്ങനെ കാണുകയാണ്. തൂണിലും തുരുമ്പിലും സകല ജീവനിലും ഞാൻ ഇരിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാത്തിനും സമഭാവനയായിട്ട് കാണണം, നിൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്നതെന്നാണ് ഭഗവാൻ പറഞ്ഞത്. പക്ഷേ ഭഗവാൻ നമ്മളൊരു രൂപത്തിൽ ഇങ്ങനെ കാണുകയാണ്. അതുപോലെ എനിക്ക് വിഗ്രഹം മേടിക്കുമ്പം അതിൻ്റെ വില ഞാൻ ഒരിക്കലും നോക്കാറില്ല. ഞാൻ എൻ്റെ മേത്ത് സ്വർണ്ണമാണ് ഇട്ടിരിക്കുന്നത് എന്ന് ഓർത്തു, എൻ്റെ ഈ പൈസ ഇല്ല, സ്വർണ്ണമാണ് ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാനത് വേഗം എനിക്ക് തോന്നുകയാണ് എനിക്ക് ഈ വിഗ്രഹം മേടിക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പണയം വെച്ചിട്ടാണ് മേടിക്കുക. എൻ്റെ ക്യാരക്ടറാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിനേക്കാളും മൂല്യം ഞാൻ ഈ വിഗ്രഹത്തിന് കൽപ്പിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ കൂടപ്പുറപ്പ്, എൻ്റെ എല്ലാം ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഓരോന്നിനും എൻ്റെ പിള്ളേരും അമ്മ ഇതിന് മാത്രം പൈസ ഇതിന് വേണ്ടി ചില സത്യമാണ്. എൻ്റെ ഹോബി എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ അല്ലേ, എവിടെ കണ്ടാലും പല സ്ഥലത്തു നിന്നാണ് ഇത് മേടിച്ചിരിക്കുന്നത്. ഗുരുവായൂരിൽ നിന്ന് ആണ് ഏറ്റവും കൂടുതൽ മേടിച്ചിരിക്കുന്നത്. പിന്നെ ബാംഗ്ലൂർ പോയി മേടിച്ചിട്ടുണ്ട്, ചെന്നൈ പോയി ഇപ്പോൾ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോൾ മേടിച്ചിട്ടുണ്ട്, കന്യാകുമാരി പോയപ്പോൾ മേടിച്ചിട്ടുണ്ട്, മാന്നാർ പോയപ്പോൾ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും പോയി ഒത്തിരി കൃഷ്ണൻ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഒരുപാട് ഗണപതി, കൃഷ്ണനും ഗണപതി, ലക്ഷ്മി, മൂകാംബിക അമ്മ, മുരുകൻ്റെതുണ്ട്, അയ്യപ്പനുണ്ട്, ശ്രീരാമനുണ്ട്. ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാനും സീതയൊക്കെ ആയിട്ടുള്ള സെറ്റായിട്ടുണ്ട്, കോറസായിട്ടുണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാം ഉണ്ട്. ഞാനെല്ലാം മതങ്ങളെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഇഷ്ടപ്പെട്ട ഖുറാനുണ്ട് എൻ്റെ അടുത്ത്, മലയാളം പതിപ്പ്, അതും ഞാൻ നോക്കിയിട്ടുണ്ട്. ബൈബിളുണ്ട് എൻ്റെ അടുത്ത്, യേശുപ്പനുണ്ട്, മാതാവുണ്ട്, എല്ലാം. ഇപ്പോൾ കൃപാസനത്തിൽ പോകുമ്പോൾ അവിടുന്ന് വചനപ്പെട്ടി വരെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ചില ദിവസം ഞാൻ വചനപ്പെട്ടി ആയിരിക്കും തുറന്നു നോക്കുന്നത്, ചില ദിവസം ഞാൻ ഭഗവത്ഗീത ആയിരിക്കും തുറന്നു നോക്കുന്നത്. ഇതെല്ലാം ഒന്നാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇത് കാണുമ്പോൾ ഇങ്ങനെ ഒരുക്കി വെച്ച് വിളക്കൊക്കെ കത്തിച്ച് അതിരാവിലെ ഉണർന്ന് വിളക്ക് കത്തിച്ച് കുറച്ച് നാമം ചെല്ലുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസം, ഒരു ആനന്ദം, ജീവിക്കാൻ കിട്ടുന്നൊരു പ്രേരണ, ഒരു ശക്തി, ഇതിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ്
ചക്കരകളെ ഇതിനെ ഫോളോ ചെയ്യുന്നത്. എനിക്കിത് കൊണ്ട് ഭയങ്കര ആനന്ദം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എനിക്ക് ആരുപേക്ഷിച്ചാലും ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്ക് ബാങ്ക് വിളിക്കുന്ന സമയത്ത് പടിപടിയായി മുന്നോട്ട് പോകാനുള്ള എനിക്ക് പടികൾ ഉയർന്നു പോകാനുള്ളത് ഈശ്വരനായിട്ട് തരുന്നുണ്ട്. അത് എൻ്റെ ഉറച്ച വിശ്വാസം കൊണ്ടാണെന്ന് എൻ്റെ വിശ്വാസം. ഞാൻ ശരിക്കും പറയാം, നമ്മുടെ ചിന്തകൾ ഉയർന്ന തലത്തിലായിരിക്കണം. മനസ്സിലായി? താഴോട്ട് ഒരിക്കലും പോലും. നമ്മളിപ്പോൾ ഒരു വിഗ്രഹം മേടിച്ച്, ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, ഏറ്റവും ചെറുത് മേടിക്കാൻ നോക്കും, ഏറ്റവും കുറഞ്ഞത് മേടിക്കാൻ നോക്കും. അയ്യോ, ഇത്രത്തിന് വിഗ്രഹത്തിൽ കളയാൻ പാടില്ല. ഞാൻ അങ്ങനെയല്ല വിചാരിക്കുന്നത്. ഏറ്റവും ക്വാളിറ്റി ഉള്ളത് കൊടുക്കണം. ഞാൻ നെയ്യിൽ വിളക്ക് കത്തിക്കാൻ നോക്കും എപ്പോഴും. ഏറ്റവും കൂടിയത് എന്താണോ, ഇപ്പോൾ പൂവൊക്കെ തന്നെ ഒരുപാട് നല്ല പൂക്കളാണ് ഭഗവാന്. ഞാൻ താമരപ്പൂവിൻ്റെ മാല, മുല്ലപ്പൂവിൻ്റെ മാല, ഗണപതി, ഇതൊന്നും ഞാൻ ഇവിടുന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പണമല്ല. ദൈവം എനിക്ക് തരുന്ന സാഹചര്യത്തിൽ നിന്നുണ്ടാകുന്നതാണെന്ന് എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ അർപ്പണ മനോഭാവത്തോടു കൂടിയാണ് ചെയ്യുന്നത്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് അർപ്പിച്ചാണ് ചെയ്തത്. അയ്യോ 500 രൂപയുടെ പോവാ, അയ്യോ 200 രൂപയുടെ പോവാ, അയ്യോ 400 രൂപയുടെ നെയ്യോ, അയ്യോ ഇത്ര രൂപയുടെ മേടിച്ചത്, ഇതെല്ലാം ഞാനല്ല ഉണ്ടാക്കുന്നത്. ഇതെൻ്റെ അച്ഛനമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്ന പണമല്ല. ഇതെനിക്ക് ഈശ്വരനായിട്ട് നൽകിയിരിക്കുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിലേറ്റവും പ്രിയപ്പെട്ടതായിട്ട് പ്രഥമമായിട്ട് ദൈവത്തിന് തന്നെ കൊടുക്കണം എന്ന് വിശ്വസിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് മനസ്സിൽ നിന്ന് തോന്നണം, ആത്മാർത്ഥത. ആ ഒരു ആത്മാർത്ഥതയാണ് നിങ്ങളീ കാണുന്നത്. എൻ്റെ ഇഷ്ടമാണ് ഈ കാണുന്നത്. ഇപ്പോൾ വിഗ്രഹങ്ങൾ എവിടുന്നാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ബാംഗ്ലൂർ കഴിഞ്ഞ സംഭവമില്ല, അപ്പോഴാണ് എനിക്ക് അവിടെ ബാംഗ്ലൂർ പോയി ഞാൻ ഒരുപാട് പല സ്ഥലത്ത് ബിസിനസ് സംബന്ധമായ പല കാര്യങ്ങൾക്ക് ഞാൻ പല സ്ഥലത്ത് കയറി ഇറങ്ങി നടന്നപ്പോൾ ഞാൻ അവിടെ കണ്ട വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ അവിടേക്ക് ഇത് കണ്ടപ്പോൾ ഞാൻ തൊഴുകയായിരുന്നു. ഞാൻ തൊഴുതു. ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ നമ്മൾ വിഷ്ണു ആണ് തിരുപ്പതിയപ്പൻ. അപ്പോൾ ഞാൻ ഈ ഭഗവാനെ അവിടെ എല്ലാം കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി, തിരുപ്പതിയപ്പൻ എനിക്ക് വേണമല്ലോ. അതിൻ്റെ വില ഞാൻ പറയുന്നില്ല, നല്ല വിലയാണ്. പക്ഷേ അത് ഭഗവാൻ എനിക്ക് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് അതൊരു വിലയായിട്ട് തോന്നിയില്ല. ഭഗവാൻ തന്നതുകൊണ്ടല്ലേ എനിക്ക് മേടിക്കാനുള്ളൊരു ആസ്തി ഉണ്ടായത്. അപ്പോൾ ഞാൻ അവിടെ പിശുക്കൊന്നും കാണിച്ചില്ല. ഞാൻ ഭഗവാൻ തന്നതുകൊണ്ട് ഞാൻ പറയുന്നത്, ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹവും അതുപോലെ ആയിരിക്കണം, ചിന്തകൾ അതുപോലെ ആയിരിക്കണം, പ്രവൃത്തികൾ അതുപോലെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ആഗ്രഹിച്ചാലും ഭഗവാൻ എനിക്കിത് മാക്സിമം കറക്റ്റ് ചെയ്ത് തരാറുണ്ട്. ആഗ്രഹിക്കുന്ന ഏറ്റവും മികച്ചതായിരിക്കും അത് എന്നിലേക്ക് കൊണ്ട് എത്തിക്കാറുണ്ട് ദൈവം അനുഗ്രഹിച്ചിട്ട്. പിന്നെ നിരന്തരമായ പ്രാർത്ഥന, അതിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്നെ ഉണ്ടാവാൻ മോളെ രാവിലെ ഉണർന്ന് പ്രാർത്ഥന ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും. എനിക്ക് അതിൻ്റെതൊക്കെ ഗുണങ്ങൾ എനിക്കുണ്ട് ചക്കരകളെ. അപ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ എനിക്ക് ഒന്നിനെയും പേടിയില്ല. നാളത്തെക്കുറിച്ച് എനിക്കൊരു ചിന്തയില്ല, ആശങ്കയില്ല. എല്ലാം സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ഒന്നും ആരെങ്കിലും എന്നെ പരിഹസിച്ചാലോ, ആരെങ്കിലും എന്നെ തള്ളിപ്പറഞ്ഞാലോ, ആരെങ്കിലും എന്നെ ഒറ്റപ്പെടുത്തിയാലോ ഒന്നും എനിക്ക് കുലുങ്ങത്തില്ല. അതെല്ലാം എനിക്കുള്ള ഒരു വളവായിട്ട് ഞാൻ കാണുന്നു, അല്ല ഉയർച്ചയ്ക്കുള്ള പടികളായിട്ടാണ് കാണുന്നത്. ഉപേക്ഷിച്ചാല, തള്ളിപ്പറഞ്ഞാല, പരിഹസിച്ചാല, അപമാനിച്ചാല ഒന്നും എനിക്ക് വിഷയമില്ല. ദൈവം എൻ്റെ കൂടെയുണ്ട്, ആ വിശ്വാസമാണ്. അപ്പം എനിക്ക് പറയണത് ഇങ്ങനെ ഞാൻ പല സ്ഥലത്തുനിന്ന് മേടിച്ചതാണിത്. ഇതെൻ്റെ വിശ്വാസമാണ്, എൻ്റെ ഇഷ്ടമാണ്. ഇപ്പോൾ ഈ വിഗ്രഹം എവിടുന്നാന്ന് ചോദിച്ചത് ബാംഗ്ലൂർ നിന്നാണ് മേടിച്ചത്. മറ്റത് ഞാൻ മേടിച്ചത് നമ്മുടെ ഇവിടുന്ന് തന്നെയാണ് മേടിച്ചത്, എറണാകുളത്ത് തന്നെയാണ് മേടിച്ചത്. ഇങ്ങനെ ഓരോന്നും ശിവൻ്റെ വിഗ്രഹം ഇതൊക്കെ നോക്കിക്കാൻ ഞാൻ അടുത്ത് സൂം ചെയ്ത് കാണിച്ചു. അമ്മ അങ്ങോട്ട് കാണിച്ചെടുക്കാം അവർക്ക്. ആദ്യം ഗണപതിയെ കണ്ടോ, ഗണപതി ഭഗവാനെ നന്നായിട്ട് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കുക. കണ്ട, ഇത് ഞാൻ ബോംബെ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. നല്ലൊരു ഭംഗി. ഇത് കണ്ട, ഇത് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിയതാണ്. ഈ ശംഖു ഇതൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിയതാണ്. ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതാണ്. കൊള്ളാല, എനിക്ക് ഭയങ്കര മനസ്സറിയാം. ഇത് ലക്ഷ്മിയാണ്, ഭഗവാന്റെ അടുത്ത് ലക്ഷ്മി ഉണ്ടാകണം, അതാണ് അതിൻ്റെ കറക്റ്റ്. പിന്നെ ഞാനിത് മേടിച്ചത് പറഞ്ഞല്ലോ, എറണാകുളത്ത് തന്നെ മേടിച്ചത്. കണ്ട, ഇത് ഞാൻ മൂകാംബിക അമ്പലത്തിൽ നിന്ന് വാങ്ങിയതാണ്. ഇതൊക്കെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതാണ്. ഈ വിളക്കൊക്കെ കണ്ടോ, ഇതൊക്കെ ഞാൻ ഇവിടെ നോക്കി. ഈ സിംഹത്തിനെ ഞാനൊരു രാജപ്രൗഢി കിട്ടട്ടെന്ന് ഓർത്തിട്ട് വെച്ചതാണ്. ഈ ഭഗവാൻ ശിവനെ കണ്ട നല്ല രൂപവത്തുള്ള ഒരു വിഗ്രഹമായിട്ട് എനിക്ക് തോന്നി. അപ്പം തന്നെ ഞാനതിനെടുത്ത് എല്ലാവരും വേണം അല്ലേ, എല്ലാവരുടെയും അനുഗ്രഹം വേണമെന്ന് ഓർത്ത് ഇത് മൂകാംബിക എന്ന് വാങ്ങിയതാണ്. ഇതൊക്കെ മൂകാംബികയാണ്, ഇതൊക്കെ മൂകാംബിക. ദുർഗാദേവി തന്നെയാണിത്, സരസ്വതി ദേവി, ദുർഗാദേവി, ദേവി സെക്ഷനെല്ലാം ഇതിനകത്താണ്. രണ്ടാന, ഇവർക്കൊരു ഗാംഭീര്യം കിട്ടട്ടെ, ഒരു പ്രൗഢി. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഗോമതി ചക്രം, പിന്നെ വിഷ്ണുപാദം ഒക്കെയാണ്. ഇത് ഞാൻ ഇങ്ങനെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇത് ഞാനിങ്ങനെ ഒരു ആമ ഇങ്ങനെ ഇരിക്കുന്ന ഇത് ഇരിക്കട്ടെന്ന് ഓർത്ത്
ഇത് ലക്ഷ്മിയും നാരായണനും തിരുപ്പതി ഭഗവാന്റെ ചെറിയതാണ് ഇത്. നേരത്തെ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉണ്ട് ഇത്. അപ്പം ഇത് മുരുകനാണ്, കണ്ട. ഇത് കണ്ടോ, ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, ഹനുമാൻ സ്വാമി, കുബേരസ്വാമി. ഇത് അയ്യപ്പസ്വാമി, ഇതും ഹനുമാനാണ്. ഇതും ഒരു കൃഷ്ണൻ്റെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഈ പശുവിൻ്റെ പുറത്ത് ഇങ്ങനെ ചാരി നിൽക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചതാണ്. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് മേടിച്ചതാണ്, മറന്നുപോയി. ഇതൊക്കെ ഞാനിങ്ങനെ ഒരു സ്റ്റോറിലൊക്കെ കാണുമ്പോൾ മേടിച്ചതാണ്, പുറത്തൊക്കെ പോയപ്പം മേടിച്ചതാണ്. അങ്ങനെ മേടിച്ചെടുത്ത ചക്കരകൾ. ഇതിങ്ങനെ നേർച്ചയിടാതെ തൊട്ട് ഗണപതി ഭഗവാൻ ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ വിഷ്ണു ഭഗവാൻ, കൃഷ്ണൻ, ഗുരുവായൂരപ്പന് നേർച്ചയിടുന്ന ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ ഓരോന്നും ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് മേടിച്ചാണ് ചക്കകൾ. ഇനി വേറെയും കാണിച്ചു തരാം, ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഗണപതി ഇങ്ങനെ ഊഞ്ഞാലിൽ ആടുന്നത് കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം വന്നിട്ട് ഞാൻ ബോബനെ പേടിച്ച് ബോബനെ കാറേ എടുത്തിട്ട് ഇത് പൊതിച്ച് കാറെ കൊണ്ട് വെച്ച്. ഇത് എനിക്ക് ഗുരുസ്വാമി ഭയങ്കര ഇഷ്ടം. അപ്പോൾ സ്വാമിയുടെ ഒരെണ്ണം ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ എന്തായാലും ഇത് എങ്ങും കിട്ടത്തില്ല, എങ്ങും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ മാന്നാർന്നാണ് മേടിച്ചത്. ഞാൻ ഒരു കടയിൽ എനിക്കറിയത്തില്ല, ഒരു കടയിൽ കണ്ട് അപ്പോൾ തന്നെ ഞാനത് മേടിച്ച്. ഇത് ഗുരുവായൂരിന്നാണ്, ഇത് മാന്നാർന്നാണ്. ഞാനിത് ഗുരുവായൂരിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇത്ര മഞ്ചാടിയൊക്കെ ഞാൻ കൊണ്ടു. ഇതിങ്ങനെ കണ്ണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണിന് കിട്ടത്തില്ല ഇങ്ങനെ വെക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വെച്ചതാണ്. മഞ്ചാടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ ചക്കരകളെ. മഞ്ചാടിയിൽ ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇത് മൂകാംബിക അല്ലല്ലോ, ഉടുപ്പി അമ്പലത്തിൽ പോയപ്പോൾ മേടിച്ച. ഉടുപ്പി അമ്പലത്തിൽ, അതായത് ഉടുപ്പിയുടെ അടുത്ത് ആണല്ലോ, ഉടുപ്പിയിൽ നിന്ന് കുറച്ച് പോയാൽ മതി മൂകാംബികയിലേക്ക്. അപ്പം ഞാൻ മേടിച്ചതാണ് ഇത്, ഈ ഊഞ്ഞാലാടുന്ന കൃഷ്ണന്. ഇതിങ്ങനെ സെറ്റായിട്ട് മേടിച്ചതാണ്, നല്ല രസമില്ല. ഇത് ഞാൻ എവിടെ നിന്ന് മേടിച്ചത്, മാന്നാറിൽ നിന്ന് മേടിച്ചത്. അപ്പം ഞാനൊരു സുമിത്രാമ്മയെ കൊണ്ട് നെല്ല് കൊണ്ടുവന്നിട്ട് ഞാൻ ഒരു പറ, ഒരു നിലവിളക്കും, വലിയ നിലവിളക്കും ഇതും കടയിൽ നമ്മുടെ കമ്പനിയിൽ ഇരിപ്പുണ്ട്. ഒരെണ്ണം ഞാൻ വീട്ടിൽ വെച്ച്. നെല്ല് വീട്ടിൽ വെക്കുന്നത് മഹാലക്ഷ്മി ഇരിക്കുന്നത് പോലെ തന്നെയാണ് പ്രഥമ സ്ഥാനത്ത് വെക്കണമെന്നാണ് പറയുന്നത്. എൻ്റെ അപ്പൂപ്പനും അമ്മയൊക്കെ ഇങ്ങനെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ശീലത്തോടൊരു ഇഷ്ടം. ഇത് പിന്നെ ഞാൻ എവിടെ നിന്നാണ് ചേച്ചി മറന്നുപോയി, ഗുരുവായൂർ നടന്നു തോന്നുന്നു കേട്ടോ, അത് ഞാൻ മറന്നുപോയി. ഇത് ഞാനില്ലേ കുബേര കുഞ്ചി പണവും തൂക്കിയിട്ടിരിക്കുന്നത്. ഇതിങ്ങനെ ഐശ്വര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ മേടിച്ച് വെച്ചാണ്. ഇതിൻ്റെ വിളക്ക് കത്തിക്കുന്നത്. ഇതെനിക്ക് എൻ്റെ ആങ്ങള കഴിഞ്ഞ ദിവസം ജയ്പൂരൊക്കെ പോയില്ലേ, അപ്പോൾ എനിക്ക് കൊണ്ടുതന്ന ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ ഊഞ്ഞാലിൽ ആടുന്നത് എനിക്കിഷ്ടപ്പെട്ടു. ഇതിങ്ങനെ പോസിറ്റീവ് എനർജി വരുന്ന നമ്മുടെ എനിക്കൊരു യൂട്യൂബർ അയച്ചു തന്നാണ്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശൈലജ. പുള്ളിക്കാരി എനിക്കൊരു കൃഷ്ണവിഗ്രഹം തന്നായിരുന്നു. അതിൻ്റെ കഥ ഞാൻ പുറകെ പറയാവേ. ഒരു കഥ സംഭവിച്ചായിരുന്നു. അപ്പം ഇത്രയാണ് ഇത്. ഇത് ഞാൻ പൂമുഖ വാതുക്കലാണ് ഗണപതി ഇരിക്കുന്നത്. ഞാൻ രാവിലെ വിളക്ക് കൊളുത്തി കർപ്പൂരം കൊണ്ട് ആരതി ഒഴിയും. ഞാൻ എല്ലാ ഗുരുവായൂരപ്പൻ്റെ ഈ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതെനിക്ക് ഓരോരുത്തരൊക്കെ തന്നതാണ്, കൃഷ്ണൻ എനിക്ക് ഓരോരുത്തർ തന്നതാണ്. അപ്പോൾ ഇതും അങ്ങനെ ഭഗവാന്റെ ഈ വിഗ്രഹം, ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ മേടിച്ചു വെച്ചതാണ്. നമ്മൾ കയറി വരുന്ന പൂമുഖ വാതുക്കൽ, ഇപ്പം നമ്മളിങ്ങനെ കയറി വരുമല്ലേ, പൂമുഖ വാതുക്കൽ നമ്മൾ കയറി വരുമ്പോൾ ഇങ്ങനെ കിടക്കുന്നത് ഐശ്വര്യമാണെന്നൊക്കെ എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയിൽ ഞാനിങ്ങനെ, നമുക്ക് ഫ്ലാറ്റാണ് എന്നാലും ഇങ്ങനെ ഇടാമെന്ന് ഓർത്ത്. അപ്പം ഇതൊക്കെ ഞാൻ ബോംബെ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മൾ എവിടെന്നെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് എപ്പോൾ പുറത്തോട്ടിറങ്ങിയാലും നമ്മൾ ഒരു ദിവസം മറന്നുപോയി ഈശ്വരനെ വിളിക്കാം. പെട്ടെന്ന് നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് വരുമ്പോൾ ദൈവത്തിനെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊന്ന് ദൈവത്തെ വിളിക്കാം, ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നും, മെമ്മറി ഉടനെ ഓർമ്മ വരും. അതിനാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ളത്. അപ്പം വിശ്വാസമില്ലാത്തവർ കാണും, വിശ്വാസമുള്ളവർ കാണും. ഇതൊന്നും ആരും നിർബന്ധിച്ചിട്ടോ ആരും എന്നെ അടിച്ചേൽപ്പിച്ചതൊന്നുമല്ല, സ്വയം എനിക്ക് തോന്നി ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം. കുറേ പേർക്കൊക്കെ ഇത് ഇഷ്ടമാണ്, കുറേ പേർക്ക് ഇതിനോടൊക്കെ ദേഷ്യമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ചക്കരകളെ. നമ്മുടെ മനസ്സിന് ആനന്ദം തരുന്ന നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് സുഗമമാകത്തുള്ളൂ, ഈ ജീവിതം ധന്യമാകത്തുള്ളൂ. എനിക്കിഷ്ടമുള്ള കാര്യം ഇതൊക്കെ, അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്തത് കേട്ടോ ചക്കരകളെ. അപ്പോൾ എല്ലാവർക്കും ഒരു മനോഹരമായ രാത്രി ആശംസിച്ചുകൊണ്ട് ഞാൻ ഹോം ടൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നാളെ വീഡിയോ ഇടാൻ പറ്റുമോ? നാളെ ഇടാൻ പറ്റുമോ?
കൂട്ടി. പിന്നെ ഇവളുടെ വളകാപ്പല ഒരു സ്റ്റുഡിയോക്കാരൻ അത് തന്നിട്ടില്ല. നാളെ തരുമോ അറിയത്തില്ല. ഇന്ന് വൈകുന്നേരം തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ അത് കിട്ടിയിട്ടില്ല. അപ്പം നാളെ തരുമ്പോൾ ഞാനത് ഇടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണേ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.